എങ്ങനെ തുടങ്ങണം വിജയിക്കാനായിട്ട്? നിങ്ങൾ കരുതുന്നുണ്ടോ? എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ചാടിയിറങ്ങി പ്രവർത്തിക്കുന്ന കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്? അങ്ങനെയല്ല. ഇത് ജീവിതമാണ്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം. ആരും നമുക്ക് കൂടെ ഉണ്ടാകണമെന്നില്ല ഒരു സമയത്തും. മോശം സമയത്തെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ നടക്കുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം. നടക്കാൻ ഇറങ്ങുമ്പോൾ മുള്ളുകൊണ്ട് കാലിൽ ചോര വരുമ്പോൾ മാത്രമേ ചെരുപ്പിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക പോലും ചെയ്യൂ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വലിയ വീഴ്ചകളും. അത് വരുമ്പോൾ അത് എങ്ങനെ വന്നുവെന്നും അത് വരാതിരിക്കാൻ എന്തു ചെയ്യണമെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നാവികന്മാർ ഇതിന് വലിയ ഉദാഹരണങ്ങളാണ്. വലിയ രീതിയിലുള്ള കാറ്റും കോളും ഉള്ളപ്പോൾ അവർ അതിനെ തരണം ചെയ്ത് കടലിൽ മറ്റുള്ളവരെ സഹായിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ നീങ്ങുന്നവരാണ് കരുത്തരായിട്ടുള്ള നാവികന്മാർ. നമ്മൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ ഫോണുകളിൽ വീഡിയോ എടുത്ത് യൂട്യൂബേഴ്സ് പ്രശസ്തരാകുന്നു. അവർ തുടങ്ങുന്നത് വളരെ താഴെ നിന്നാണ്. അങ്ങനെയാണ് അവർ ലോകപ്രശസ്തരാകുന്നത്. ഈ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ ഘട്ടം എപ്പോഴും തുടക്കം തന്നെയാണ്. ഒരു ആശയം മനസ്സിലുണ്ടാകും. പക്ഷേ എങ്ങനെ തുടങ്ങണം എന്ന ചോദ്യം നമ്മളെ നിശ്ചലരാക്കും. തുടങ്ങുന്നതിന് മുമ്പ് പൂർണ്ണത തേടുവാനുള്ള സ്വഭാവം, പരാജയഭയം, മറ്റുള്ളവർക്ക് അഭിപ്രായത്തെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ആശങ്ക, മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ള ആശങ്ക, ഇവയെല്ലാം നമ്മുടെ തുടക്കത്തെ വളരെ പിറകിലേക്ക് വലിക്കും. പൂർണ്ണതയല്ല പലരുടെയും തുടക്കം. പലരും കരുതുന്നത് എല്ലാം കൃത്യമായി മാത്രമേ തുടങ്ങാവൂ എന്നാണ്. യാഥാർത്ഥ്യം മറിച്ചാണ്. തുടങ്ങുമ്പോൾ ഏറെ പിഴവുകൾ ഉണ്ടാകും. അതിലൂടെയാണ് നമ്മളുടെ പഠനം തുടങ്ങുന്നത്. നമ്മുടെ പൂർണ്ണത തുടങ്ങി വെക്കുന്നതിലല്ല, അത് തുടർന്ന് കൊണ്ടുപോകുന്നതിലാണ് അതിൻ്റെ പൂർണ്ണത. അതിനായി ചെറിയ ടിപ്സ് നമുക്ക് നോക്കാം. ചെറിയ ചുവടുകൾ സ്വീകരിക്കുക. വലിയ ലക്ഷ്യങ്ങളെ വലിയ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഘടകങ്ങളാക്കി അതിനെ വിഭജിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ 100 പേജ് എഴുതേണ്ട ബുക്കാണെങ്കിൽ നമ്മൾ ഇന്ന് 1 പേജ് എഴുതുക, നാളെ 2, മറ്റന്നാൾ 3, അങ്ങനെ കൂട്ടി വരിക. 5 മാസം പഠിച്ച് എക്സാമിന് തയ്യാറാകണമെങ്കിൽ ഇന്ന് നമ്മൾ 10 മിനിറ്റ് പഠിക്കുക, നാളെ 20, മറ്റന്നാൾ 30, അങ്ങനെ കൂട്ടി വരിക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും തുടക്കം വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയുണ്ട് എങ്കിൽ വലിയ വലിയ വിജയങ്ങളിലേക്ക് ഈ തുടക്കങ്ങൾ നമ്മളെ നയിക്കുന്ന ഒരു വലിയ ഘടകമായിരിക്കും.